എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ കിങ് കായ് അദ്ദേഹമാണെങ്കിൽ ആ കാഴ്ച കണ്ട് ഞെട്ടുകയാണ്. ഓ നോ, ഫ്രീസയുടെയും ഗോക്കുവിന്റെയും വലിയൊരു പവർ അത് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തു വേണമെങ്കിലും അടുത്ത നിമിഷം സംഭവിക്കാം. ബ്ലാക്ക് മാൻ, നിങ്ങൾ ഇതുവരെ ആ ഡ്രാഗനോട് വിഷ് അത് ആവശ്യപ്പെട്ടിട്ടില്ലേ? എത്രയും വേഗം അത് കംപ്ലീറ്റ് ചെയ്യും. അതല്ല എങ്കിൽ കാര്യങ്ങളെല്ലാം നമ്മുടെ കൈവിട്ടു പോകും. കട്ട് ചെയ്ത ഇവിടെ ഗോക്കു ആണെങ്കിൽ ഫ്രീസയായിട്ട് നിർത്താതെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഫ്രീസയാണെങ്കിൽ അവന്റെ ഫുൾ പവർ ഉപയോഗിച്ച് ഗോക്കുവിനെ അങ്ങനെ ആഞ്ഞടിക്കും. ഗോക്കു ആണെങ്കിൽ ആ ഒരു അടിയിൽ നിലത്ത് പോയി ആഞ്ഞടിച്ച് വീഴുകയാണ്. പക്ഷെ അവൻ വിട്ടുകൊടുക്കാതെ ഫ്രീസയായിട്ട് പോരാടിക്കൊണ്ടേയിരിക്കും. മറ്റൊരു ഭാഗത്താണെങ്കിൽ ഇപ്പോ ആ ഒരു പേടകം അതിന്റെ ചെറിയ ചെറിയ പ്രോബ്ലംസ് എല്ലാം തന്നെ റെക്ടിഫൈ ചെയ്യുകയാണ്. ഓ നോ, ഇത് അധികം നേരം ഇവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ട് ഗോഹാനാണെങ്കിൽ ഇപ്പൊ ബുൽമയോട് പറയും, എന്നെ കൊണ്ട് ഒരിക്കലും പപ്പയെ വിട്ട് വരാനായിട്ട് കഴിയില്ല. അല്പനേരം കൂടെ വെയിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഈ പേടകവും അപകടാവസ്ഥയിലാണ്. സോ ബുൽമ, എന്നെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. എത്രയും വേഗം പിക്ലോയുമായിട്ട് നീ ഭൂമിയിലേക്ക് പോകണം. ബുൽമ ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. ഗോഹാൻ, നീ എന്താണ് ഈ പറയണേ? എന്നെ കൊണ്ട് ഒരിക്കലും അതിന് പറ്റില്ല. നീയും എന്നോടൊപ്പം വരണം. അതിന് ഗോഹാൻ ആണെങ്കിൽ അവളെ സമാധാനിപ്പിക്കും. തീർച്ചയായിട്ടും നിന്നെ കൊണ്ട് അതിന് പറ്റും. എനിക്കിപ്പോ എന്റെ പപ്പയെ ഹെൽപ്പ് ചെയ്തേ പറ്റൂ. എനിക്കറിയാം, എന്റെ അച്ഛൻ ഗോക്കുവും എന്റെ മാസ്റ്റർ പിക്ലോയും അവർ രണ്ടുപേരും ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ബുൽമ, നീ കെയർഫുൾ ആയിരിക്കണം. എനിക്കിപ്പോ ഇവിടുന്ന് പോയേ പറ്റൂന്ന് പറഞ്ഞ് അവൻ ഡോർ ഓപ്പൺ ചെയ്ത് ദൂരേക്ക് പറന്നു പോവാണ്. എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ഒരേ ഒരു കാര്യമാണ്. അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ ഫ്ലൈ ചെയ്ത് മുൻപോട്ടേക്ക് പോകും. അടുത്ത നിമിഷം ഇവിടെ ഇല്ലാതാക്കിയ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് വരികയാണ്. ആദ്യം ആ നമക്കിൻസ്. അവരാണെങ്കിൽ പരസ്പരം നോക്കും. ഓ നോ, ഇത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. ആ ഫ്രീസ നമ്മളെ എല്ലാവരെയും നശിപ്പിച്ചതാണ്. പിന്നെ എങ്ങനെ വീണ്ടും നമുക്ക് ജീവൻ കിട്ടിയും ചിന്തിച്ച് അവർ വണ്ടടിക്കും. മറ്റൊരു ഭാഗത്ത് കുഞ്ഞിപ്പയ്യനാണെങ്കിൽ ചാടി എഴുന്നേക്കും. വാവ്, എനിക്ക് വീണ്ടും ലൈഫ് തിരികെ കിട്ടിയിരിക്കുകയാണ്. ഇവിടെ ശരിക്കും എന്താ സംഭവിക്കുന്നത്? ഈ നാമഗ്രഹം അത് തകർന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറയും. ബജീറ്റ ആണെങ്കിൽ ആ കുഴിയിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആ ഗ്രാൻഡ് എൽഡർ ആൾക്കും ജീവൻ തിരികെ കിട്ടുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ആ ഡ്രാഗൺ ബോൾസ് അത് വീണ്ടും ബാക്ക് ടു നോർമൽ ആവാനായിട്ട് തുടങ്ങും. അവിടെ മുഴുവൻ ഡാർക്കാവും. കിങ് കായോട് ഇവിടെ ആൾക്കാരാണെങ്കിൽ മരിച്ചുപോയവരെല്ലാവരും തിരികെ വന്നു ചോദിക്കും. അതിന് കിങ് കായ് പറയും, അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്രാൻഡ് എൽഡറിന്റെ കാര്യവും ഡ്രാഗൺ ബോളിന്റെ കാര്യവും അറിയില്ല. പക്ഷെ എനിക്ക് പ്രതീക്ഷയുണ്ട് അദ്ദേഹത്തിന്റെ ജീവനും തിരികെ കിട്ടുമെന്ന്. ആ ഒരു ഡ്രാഗൺ ബോൾസിന്റെ അവസാനത്തെ വിഷ് അതും നമുക്ക് ചോദിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നാമഗ്രഹത്തില് ഇപ്പൊ ആകെ കറുത്തിരുണ്ട്. ആ ഒരു ഡ്രാഗൺ പുറത്തേക്ക് വരികയാണ്. ഫ്രീസയ്ക്കാണെങ്കിൽ എന്താ സംഭവിക്കാൻ പോണെന്ന് മനസ്സിലാവില്ല. അവൻ ഗോക്കുവിനെ തല്ലി ഒരു ഭാഗത്തിടും. ഈ നാമഗ്രഹം നശിക്കാനായിട്ട് പോവുകയാണോ? ഓൾറെഡി എന്റെ ബോഡിയിൽ ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. ഞാൻ സേഫായി ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറിയേ പറ്റൂന്ന് പറയും. മറ്റൊരു ഭാഗത്ത് കിങ് കായ് ആണെങ്കിൽ ഇപ്പോ ആ എൽഡറിനെ കോണ്ടാക്ട് ചെയ്യും. ഞാനാണ് കിങ് കായ്, എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ടെന്ന് പറഞ്ഞ് കിങ് കായ് ആണെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തോട് കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കും. ഇവിടെ ആ ഡ്രാഗൺ ആണെങ്കിൽ മൂന്നാമത്തെ വിഷ് സാധിച്ചു കൊടുക്കാനായിട്ട് നാമഗ്രഹത്തിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. ഫ്രീസ ആണെങ്കിൽ അടുത്തായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന അതേ സമയം ഇപ്പൊ ഗോഹാൻ അവൻ അവിടേക്ക് വരും. നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായോ? അപ്പൊ തകർത്തിട്ടിരിക്കുന്ന ഗോക്കുവിന്റെ മകനാണ് ഞാൻ. അത് കേട്ട് അവൻ ഞെട്ടും. എനിക്കറിയാം, നിന്നെ ഒരു സയാൻ വംശജനാണെന്നുള്ള കാര്യം ഞാൻ നേരത്തെ മനസ്സിലാക്കിയതാണ്. ഉറപ്പായാലും നിന്നെയും ഞാൻ വെറുതെ വിടില്ല. നിന്നെയും ഞാൻ ഇല്ലാതാക്കും. കാര്യത്തിൽ എനിക്ക് അത്ഭുതമുണ്ട്. നിങ്ങൾ സയൻസ് എല്ലാവരും വെറും വിഡ്ഢികളാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പോ ഗോഹാൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ഗോഹാൻ ആണെങ്കിൽ ഞൊടികടയിൽ തെന്നി മാറാൻ ശ്രമിക്കും. പക്ഷേ ഫ്രീസയുടെ പവർ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവൻ വളരെ വേഗത്തിൽ ഗോഹാന്റെ പുറകിലും മുൻപിലുമായിട്ട് വന്ന് അവന്റെ തലയിൽ ആഞ്ഞടിക്കും. ആ ഒരു അടി കിട്ടി ഗോഹാൻ നിലത്ത് അടിച്ചു വീഴും. ആണെങ്കിൽ തൊട്ടു പിന്നാലെ അവന്റെ അടുത്തേക്ക് കടന്നു വരും. നിനക്ക് എങ്ങനെയുള്ള മരണമാണ് വേണ്ടത്? ഒരുപാട് വേദനകൾ സഹിച്ച് യാതനകൾ സഹിച്ച് നരകിച്ച് മരിക്കണോ, അതോ പെട്ടെന്ന് മരിക്കണോ? ആണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എഴുന്നേറ്റ് നിൽക്കുകയാണ്. അവൻ ചുറ്റും നോക്കും. നാമഗ്രഹം അത് പകുതിയോളം നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരല്പനേരം കൂടെ ഞാൻ അവനെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തണം. അങ്ങനെയാണെങ്കിൽ നാമഗ്രഹം നശിക്കുന്നതിനോടൊപ്പം ഇവനും ഇല്ലാതാവുമെന്ന് പറഞ്ഞ് ഗോഹാൻ ആണെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങും. ഫ്രീസ ആണെങ്കിൽ ഗോഹാനോട് പറയും, നിനക്ക് ഇനിയും പവർ അവശേഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഒരു സ്പെഷ്യൽ ഓഫർ തരാൻ പോവാണ്. നിന്റെ അച്ഛനെ തല്ലിക്കൊന്ന സ്ഥലത്ത് തന്നെ നിന്നെയും ഞാൻ തല്ലിക്കൊന്നിടാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് വരും. ഗോഹാൻ ആണെങ്കിൽ അവനെ ഡൈവേർട്ട് ചെയ്യാൻ ഓരോ ഭാഗത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കും. പക്ഷെ അടുത്ത നിമിഷം അവനൊരു വലിയ വെല്ലുവിളിയായിട്ട് ഇപ്പോ ആ ഒരു ഫ്രീസ വില്ലൻ അവന്റെ തൊട്ട് മുൻപിലേക്ക് വരും. നിന്റെ ഐഡിയ ഒക്കെ എനിക്ക് മനസ്സിലായി. എന്നെ എങ്ങനെയെങ്കിലും ഒരുപാട് സമയം ഇവിടെ പിടിച്ചു നിർത്തണം. നാമഗ്രഹം നശിക്കുന്നതിനോടൊപ്പം നിനക്ക് എന്നെ നശിപ്പിക്കണം. അതല്ലേ എന്റെ പ്ലാൻ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന് ഗോഹാൻ ദേഷ്യപ്പെട്ടു പറയും, നീ എന്റെ അച്ഛനെ ഇല്ലാതാക്കി, എന്റെ ഫ്രണ്ട്സുകളെ ഇല്ലാതാക്കി, അതുപോലെ ഉണ്ടായിരുന്ന ഒരുപാട് പേരെ നീ ഇല്ലാതാക്കി. അതിനുറപ്പായാലും നീ അനുഭവിച്ചേ പറ്റൂ. നിന്നെ ഒരു കാരണവശാലും ഞാൻ വെറുതെ വിടില്ല. അവരെ ഇല്ലാതാക്കിയതിനാൽ നിന്നോട് ഞാൻ പ്രതികാരം വീട്ടുമെന്ന് പറഞ്ഞ് ഗോഹാൻ ആണെങ്കിൽ അവനെ അറഞ്ച പുറഞ്ചും അടിച്ച് തെറിപ്പിക്കും. അതിനവൻ പറയും, ഇതുവരെ എന്റെ 100% പവറും ഉപയോഗിച്ചിട്ടില്ല. ഇത് തന്നെയാണ് നിന്റെ പപ്പയോട് ഞാൻ പറഞ്ഞത്. അപ്പോഴായിരിക്കും അവരെ ഞെട്ടിച്ചുകൊണ്ട് നദിയിൽ നിന്ന് ഒരു വലിയ വെളിച്ചം പുറത്തേക്ക് വരിക. ഗോഹാനും അവിടേക്ക് നോക്കും. നമ്മുടെ ഗോക്കു അവനാണെങ്കിൽ വീണ്ടും മുകളിലേക്ക് കടന്നു വരികയാണ്.
ഫ്രീസയ്ക്കാണെങ്കിൽ ചെറിയൊരു അറ്റാക്ക് തന്നെ വന്നു പോവാണ്. ആണെങ്കിൽ അവന്റെ അച്ഛനെ കണ്ട് ഒരുപാട് സന്തോഷം. പപ്പ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ? നിങ്ങൾ ഇപ്പോഴും ഓക്കെ ആണല്ലേ? ഞാൻ ഭയന്നുപോയി. തിരികെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷെ ഇത്ര വേഗം വരുമെന്ന് ഞാൻ കരുതിയതല്ല. അതിന് ഗോക്കു ആണെങ്കിൽ ഗോഹാനോട് ദേഷ്യപ്പെട്ട് പറയും, നിന്നോട് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടുന്ന് കടന്നു പോവാൻ. ഒരു കാരണവശാൽ നീ ഇവിടെ നിൽക്കാൻ പാടില്ല. ഗോഹാൻ, ഇവിടുന്ന് പോ. അത് കേട്ട് ഗോഹാനാണെങ്കിൽ ബായ് അച്ഛാന്ന് പറഞ്ഞ് അവിടുന്ന് കടന്നു പോവാണ്. ഫ്രീസയ്ക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. അവനാണെങ്കിൽ ഗോക്കുവിനോട് പറയും, നീ ഇതുവരെ മരിച്ചില്ലേ? നീ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ 100% പവറിൽ എന്നെ ഇല്ലാതാക്കിയെന്നാണ് കരുതിയത്, പക്ഷേ നിനക്ക് ഇതൊന്നും പോരാ. അതിന് ഗോക്കു പറയും, നീ വീണ്ടും വീണ്ടും ജയിക്കണമെന്ന് വാശി പിടിക്കുന്നതാണ് എന്റെ ദേഷ്യം അത് ഇരട്ടിയാക്കുന്നെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിടിയ ബഹളം. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത കിങ് കായി ആണെങ്കിൽ എൽഡറിനോട് സംസാരിക്കും. എൽഡർ, ഞാൻ പറയുന്ന ഈ കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. ഉള്ളൊരു ഡ്രാഗനോട് മൂന്നാമത്തെ ഒരു വിഷ് അത് ബാക്കി ചോദിക്കാനായിട്ട് പെൻഡിങ് ഉണ്ട്. ആ ഒരു വിഷായിട്ട് ഫ്രീസെ ഒഴികെ ബാക്കി എല്ലാവരെയും ഭൂമിയിലേക്ക് എത്തിക്കണം എന്ന് വേണം നിങ്ങൾ ചോദിക്കാൻ. അതിനായി എൽഡർ പറയും, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷേ ഡ്രാഗനോട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യേണ്ട ഒരേ ഒരാളെ ഉള്ളൂ എന്ന് പറയുന്ന ആ നിമിഷം ഇപ്പൊ ഗോക്കു ആണെങ്കിൽ ഇന്ററപ്റ്റ് ചെയ്ത് കിങ് കായോട് പറയും, ഒരു കാരണവശാലും മാത്രമായിട്ട് ഇവിടെ ബാക്കി വെക്കാനായിട്ട് പാടില്ല. ഏതെങ്കിലും കാരണവശാൽ നാമഗ്രഹത്തിന്റെ കൂടെ അവൻ നശിച്ചു പോയിട്ടില്ല എങ്കിൽ വീണ്ടും അവനൊരു വെല്ലുവിളിയായി വന്നേക്കാം. അതുകൊണ്ട് തന്നെ എന്നെയും ഒഴിച്ച് ബാക്കി എല്ലാവരെയും നിങ്ങൾ ഭൂമിയിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ വേണം നിങ്ങൾ ആ ഡ്രാഗനോട് വിഷ് ചോദിക്കാൻ. പറയുന്നത് കേൾക്ക്, ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇതിൽ നിന്ന് ഇനി യാതൊരു വ്യത്യാസവും ഇല്ല. അത് കേൾക്കേണ്ട താമസം ഇപ്പോ കിങ് കായ് ആണെങ്കിൽ അതിന് ഓർഡർ ഇടുകയാണ്. ഇവിടെ എൽഡർ ആണെങ്കിൽ ആ ഡ്രാഗന്റെ അടുത്തുള്ളത് ആരാണെന്ന് ചെക്ക് ചെയ്യും. അടുത്ത നിമിഷം ആൾ തിരിച്ചറിയും ആ കുഞ്ഞിപ്പയ്യൻ തന്നെയാണെന്ന്. എൽഡർ ആണെങ്കിൽ കുഞ്ഞിപ്പയ്യനോട് പറയും, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ നിന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. അടുത്തായി ആ ഡ്രാഗൻ ഉണ്ട് എന്ന് എനിക്കറിയാം. അതിനോട് ഇനി ഒരു വിഷു കൂടെ ചോദിക്കാൻ ബാക്കിയുണ്ട്. അവസാനത്തെ വിഷായി ഗോക്കുവിനെയും ഫ്രീസയെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഭൂമിയിലേക്ക് എത്തിക്കണം എന്ന വിഷു വേണം നീ ചോദിക്കാനായിട്ട്. അത് കേട്ട് കുഞ്ഞിപ്പയ്യനാണെങ്കിൽ ഓക്കെ പറഞ്ഞ് ഇപ്പൊ അതിന്റെ അടുത്തേക്ക് പോകും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഗോക്കുവും ഫ്രീസയും രണ്ടുപേരും ദൂരത്തായിട്ട് ആ ഡ്രാഗണെ കാണുകയാണ്. ഫ്രീസയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അപ്പോ ഇനിയും അതിനോട് വിഷ് ചോദിക്കാമല്ലേ? എന്റെ വിഷ് അത് ചോദിക്കാനുള്ള സമയമാണിതെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ആ ഡ്രാഗന്റെ അടുത്തേക്ക് പോകും. അത് കണ്ട ഗോക്കു ആണെങ്കിൽ അവന്റെ പിന്നാലെ പോയി അവനെ ബ്ലോക്ക് ചെയ്ത് ഓറഞ്ച അടിക്കും. ബുൽമയാണെങ്കിൽ അവൾ നിൽക്കുന്ന ആ ഒരു പേടകത്തിന്റെ ഭാഗങ്ങളെല്ലാം തന്നെ തകർന്നത് കണ്ട് ഭയപ്പെടും. ഗോഹാൻ, അവൻ ശരിക്കും മണ്ടത്തരമാണ് കാണിച്ചത്. അവൻ എന്നെ അന്വേഷിച്ച് പോയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതിനോടകം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാമായിരുന്നു. ഗോഹാനാണെങ്കിൽ അവന്റെ പപ്പയെക്കുറിച്ച് ആലോചിച്ച് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുഞ്ഞിപ്പയ്യനാണെങ്കിൽ ആ ഡ്രാഗന്റെ അടുത്ത് വന്ന് ഇപ്പൊ അവന്റെ വിഷ് അത് ചോദിക്കാനായിട്ട് ആരംഭിക്കും. കുഞ്ഞിപ്പയ്യനാണെങ്കിൽ ആ വിഷ് ചോദിക്കുന്ന അതേ സമയം ഇപ്പൊ ഫ്രീസ ആ ഒരു ഡ്രാഗന്റെ അടുത്തേക്ക് വന്ന് എനിക്ക് അൾട്ടിമേറ്റ് ലൈഫ്, ദ എറ്റേണൽ ലൈഫ് അത് ആവശ്യമാണെന്ന് പറയും. പക്ഷേ ഫ്രീസയ്ക്ക് നാമക്കിയൻ ലാംഗ്വേജ് അത് അറിയില്ലാത്തതുകൊണ്ട് തന്നെ കുഞ്ഞിപ്പയ്യനാണെങ്കിൽ ഞൊട്ടിയ ഇടയിൽ ഇപ്പൊ അവന്റെ വിഷു പറയും. അത് കേൾക്കേണ്ട താമസം ഡ്രാഗൻ ആണെങ്കിൽ ഫ്രീസയും ഗോക്കു ഒഴികെ ബാക്കിയുള്ളവരെല്ലാവരും ഇവിടെ നിന്ന് ഭൂമിയിലേക്ക് പോകട്ടെ എന്ന് പറയും. ഇവിടെ ഫ്രീസയ്ക്കാണെങ്കിൽ അവന്റെ ദേഷ്യം ഉച്ചയിലെത്തും. അവ കുഞ്ഞിപ്പയ്യനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അടുത്ത നിമിഷം അവൻ ഇൻവിസിബിൾ ആവുകയാണ്. വെജീറ്റി ആണെങ്കിൽ ഫ്രീസയുടെ അടുത്തേക്ക് വന്ന് അവൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. വെജീറ്റി ആണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതിനുള്ളിൽ തന്നെ അവനും ഇൻവിസിബിളായി അവിടുന്ന് പോവുകയാണ്. നാമക്കിയൻ ഗ്രഹത്തിലുള്ള ഇപ്പൊ ഗോഹാനും ബുൽമയും അങ്ങനെ എല്ലാവരും അവിടുന്ന് ഇൻവിസിബിളായി ഭൂമിയിലേക്ക് പോകും. ഇസയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. സത്യം പറയും, ഇവിടെ എന്താ സംഭവിക്കണേ? മരിച്ചുപോയ ആ വെജിറ്റി അങ്ങനെ തിരികെ വന്നു. അതിന് ഗോക്കു പറയും, എന്റെ ഫ്രണ്ട്സ് ഭൂമിയിലുള്ള ഡ്രാഗൺ ബോൾസ് ഉപയോഗിച്ചാണ് നീ ഇല്ലാതാക്കിയവരെ എല്ലാവരെയും ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇവിടെയുള്ള ഈ ഒരു ഡ്രാഗനോട് മൂന്നാമത്തെ ആഗ്രഹമായിട്ട് കുഞ്ഞിപ്പയ്യൻ ചോദിച്ചത് ഞാനും നീ ഒഴികെ ബാക്കിയുള്ള എല്ലാവരെയും ഇതിലേക്ക് എത്തിക്കുക എന്നതാണ്. സോ ഇനി നിന്റെ ആഗ്രഹം അത് നടക്കാൻ പോകുന്നില്ല. ഈ നാമക്കിയൻ ഗ്രഹത്തിനോടൊപ്പം നീ മരിക്കാൻ പോവാണ്. ഫ്രീസയ്ക്കാണെങ്കിൽ അത് കേട്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അല്പനേരം അങ്ങനെ മൗനമായി നിന്ന് ഗോക്കുവിനോട് പറയും, നിനക്ക് 2 മിനിറ്റിനുള്ളിൽ ഈ നാമഗ്രഹത്തിനോടൊപ്പം മരിക്കണോ, അതോ ഈ ലോകം തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പൊട്ടിത്തെറി ഇത് കാണണോ? അതിന് ഗോക്കു ആണെങ്കിൽ സിമ്പിളായിട്ട് പറയും, വലിയൊരു പോരാട്ടം ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയ ആള് അതാരാണെന്ന് തിരിച്ചറിയാനുള്ള സമയമാണിത്. അവർ രണ്ടുപേരും വീണ്ടും പരസ്പരം ഫൈറ്റ് ചെയ്ത് പോരാടാനായി താഴേക്ക് ഇറങ്ങുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.